മുത്തശ്ശിയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ട് ബ്രെഡ് പിസയാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് 5 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോൾമീൽ വീറ്റ് ഫ്ലോറിൻ്റെ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം, വൈറ്റ് ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഗ്യാസ് ഓണാക്കി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഒന്നിട്ട് ചൂടാക്കി എടുക്കാം. കാരണം ഇത് ഫ്രിഡ്ജിലിരുന്ന ബ്രെഡാണ്, അപ്പോൾ അതൊന്ന് സ്റ്റിഫായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ എണ്ണയോ ബട്ടറൊന്നും ഇപ്പോൾ ചേർക്കണ്ട. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ എല്ലാ സ്ലൈസ് ബ്രെഡും നമുക്കിങ്ങനെ ചൂടാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ സ്ലൈസ് ബ്രെഡും ഞാനിതുപോലെ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗാർലിക് സോസാണ്. അപ്പോൾ ഗാർലിക് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ബട്ടർ വേണം. അപ്പോൾ ഞാനിതിലേക്ക് ലൈറ്റ് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി നമുക്കിട്ട് പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കോളും. 2 മിനിറ്റിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ 4 വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി അരിയുമ്പോൾ നമ്മളിതുപോലെ തീരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഗാർലിക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉപ്പുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പില്ലാത്ത ബട്ടറും എടുക്കാം. പക്ഷേ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുമ്പോൾ നിങ്ങൾ ഈ സോസ് ഉണ്ടാക്കുമ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിരിക്കും. ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ലീവ്സ് ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ലീവ്സ് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബേസിൽ ലീവ്സ് ആണ്. ബേസിൽ ലീവ്സ് നമുക്ക് അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടി ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അല്പം ഉപ്പും കൂടെ ഇതിൽ കൂടെ ചേർക്കണം. അപ്പോൾ ഞാനിത് അല്പം ഉപ്പുള്ള ബട്ടർ ആയതുകൊണ്ട് എനിക്ക് വേണ്ട ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡ് പിസ്സ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബ്രെഡിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ടൊമാറ്റോ സോസ് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാ ബ്രെഡിലേക്കും നമുക്ക് ടൊമാറ്റോ സോസ് തേച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി എല്ലാ ബ്രെഡ് പീസിലേക്കും നമുക്ക് ഈ ഗാർലിക് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് സോസ് നമുക്ക് ബ്രെഡിൻ്റെ 4 വശം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ഗാർലിക് സോസ് തേച്ചിട്ട് നമ്മൾ ബ്രെഡ് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഗാർലിക് ബ്രെഡ് റെഡിയായി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഗാർലിക് സോസ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ മൊസറല്ല ചീസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത പാൻ തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെക്കാം. ചൂടായ പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് പീസ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചീസിൻ്റെ മുകളിലേക്ക് അല്പം ഒറിഗാനോ ലീവ്സ്, ബേസിൽ ലീവ്സ്, അല്പം പെപ്പർ പൗഡർ, അല്പം ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കവും ടൊമാറ്റോ ഒക്കെ ടോപ്പിങ്സ് ആയിട്ട് ഇടാവുന്നതാണ്. നമുക്കതൊന്ന് അടച്ചു വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും, നമ്മുടെ ചീസ് മെൽറ്റായി വരില്ല. അപ്പോൾ ഇതൊരു 2 മിനിറ്റിന് ശേഷം ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ്. കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രെഡ് പിസ്സ പോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്.